ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ കത്തോലിക്ക കർദിനാൾമാർ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തില്ല എന്നതിന്റെ സൂചനയായി ബുധനാഴ്ച പ്രാദേശിക സമയം രാത്രി 9 മണിക്ക് സിസ്റ്റൻ ചാപ്പൽ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുക ഉയർന്നു. ഇതോടെ 133 കർദിനാൾമാർ സ്വകാര്യമായി കൂടിക്കാഴ്ച നടത്തി വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരും. പ്രാദേശിക സമയം വൈകുന്നേരം 5:45 വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് ഓരോ കർദിനാളും രഹസ്യ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങുകൾക്കിടയിൽ കർദിനാൾമാർ ബാലറ്റുകൾ രേഖപ്പെടുത്തിയപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ചാപ്പലിന്റെ ഐക്കണിക് ചിമ്മിനിയിലേക്ക് തിരിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം രാത്രി 9:05 ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുക ഉയർന്നു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ 45,000-ലധികം വരുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് കരഘോഷം മുഴങ്ങി. വ്യാഴാഴ്ച കോൺക്ലേവ് പുനരാരംഭിക്കുകയും കഴിഞ്ഞ മാസം 88 വയസ്സിൽ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുവരെ തുടരുകയും ചെയ്യും. കോൺക്ലേവ് ആരംഭിച്ച് 3 മണിക്കൂറിലധികം കഴിഞ്ഞാണ് പുക പ്രത്യക്ഷപ്പെട്ടത്. 2013 അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവിലെ ആദ്യ വോട്ടെടുപ്പിന് ശേഷം എടുത്തതിനാൽ 1 മണിക്കൂർ കൂടുതൽ ജനക്കൂട്ടത്തിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നു. വെളുത്ത പുക പുതിയ പോപ്പിന്റെ തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കും. എന്നാൽ ബുധനാഴ്ച ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ആധുനിക കാലത്ത് ഒരു കോൺക്ലേവിന്റെയും ആദ്യ ദിവസം ഒരു പോപ്പിനെയും തിരഞ്ഞെടുത്തിട്ടില്ല. കഴിഞ്ഞ മാസം അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 12 വർഷത്തെ മാർപ്പാപ്പ പദവിക്ക് ശേഷം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ പ്രക്രിയ പൂർത്തിയാകുമെന്ന് ചില കർദിനാൾമാർ ഈ ആഴ്ച പ്രത്യാശ പ്രകടിപ്പിച്ചു. ബുധനാഴ്ചത്തെ ഒറ്റ റൗണ്ട് വോട്ടെടുപ്പിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും 2 വോട്ടുകൾ കർദിനാൾമാർ നടത്തും. ഒരു സ്ഥാനാർത്ഥിക്ക് മുന്നിൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ ഈ തെരഞ്ഞെടുപ്പ് രീതി തുടരും. പുറം ലോകവുമായുള്ള അവരുടെ ഏക ആശയവിനിമയം ചിമ്മിനിയിൽ നിന്നുള്ള പുകയായിരിക്കും. ഫലമില്ലെങ്കിൽ കറുത്ത പുകയും ഒരു പോപ്പ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വെളുത്ത പുകയുമായിരിക്കും ചിമ്മിനിയിൽ നിന്ന് പുറത്തേക്ക് വരിക. ആധുനിക പാപ്പൽ കോൺക്ലേവുകൾ സാധാരണയായി ചെറുതാണ്. 2013 കോൺക്ലേവ് വെറും 2 ദിവസം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. 2005 ബെനഡിക്ട് 16 തെരഞ്ഞെടുത്ത കോൺക്ലേവും അങ്ങനെ തന്നെയായിരുന്നു. 1.4 ബില്യൺ അംഗങ്ങളുള്ള സഭയെ നയിക്കാൻ അടുത്ത പോപ്പിൽ നിന്ന് എന്ത് ഗുണങ്ങളാണ് വേണ്ടതെന്ന് കർദിനാൾമാർ അടുത്തിടെ വ്യത്യസ്ത വീക്ഷണങ്ങൾ പങ്കുവച്ചിരുന്നു. സഭയ്ക്കകത്തും പുറത്തും നവീകരണത്തിന്റെ ശബ്ദം ഉയർത്തിയ വലിയ ഇടയനായിരുന്നു കഴിഞ്ഞ മാസം യാത്രയായത്. യുദ്ധം, അഭയാർത്ഥി പ്രശ്നങ്ങൾ, ആഗോളതാപനം, ലോകത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് അടി ഉറച്ചു നിന്ന മനുഷ്യസ്നേഹി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞപ്പോൾ അവസാനിച്ചത് ഒരു യുഗം കൂടിയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തെത്തിയിരുന്നത്. കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി ആയിരുന്നു സ്ഥാനാരോഹണം. പദവിയിലെത്തുന്ന ജെസ്യൂട്ട് സഭയിൽ നിന്നുള്ളതും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോ. 2013 മാർച്ച് 13 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ സെന്റ് ഫ്രാൻസിസിന്റെ നാമധേയം സ്വീകരിച്ച് പരമാധ്യക്ഷ പദവിയിലേക്ക് എത്തിയ മാർപ്പാപ്പയുടെ പിന്നീടുള്ള ജീവിതവും പേരിനോട് നീതി പുലർത്തുന്നതായിരുന്നു. വത്തിക്കാനിലെ കൊട്ടാരത്തിൽ നിന്നും അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിലേക്ക് താമസം മാറിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ലളിത ജീവിതം കൊണ്ടും ലോകത്തിന് മാതൃകയായി. ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോഴും ഗാസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചത്. പലസ്തീനിലും ഇസ്രായേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ട് ഇറങ്ങണമെന്നും അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിലെല്ലാം മാർപ്പാപ്പയുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നു. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഇളവ് വരുത്താൻ ഇടപെട്ടത് മുതൽ പലസ്തീൻ വിഷയത്തിൽ വരെ അദ്ദേഹം നിലപാടെടുത്തു. അഭയാർത്ഥികളോട് മനുഷ്യത്വത്തോടെ ഇടപെടണമെന്ന് പലവട്ടം ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. അഭയാർത്ഥികളോട് മുഖം തിരിക്കുന്ന യൂറോപ്യൻ പ്രവണതയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ബന്ധപ്പെട്ട വൈദികന്മാർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്തു. സ്വവർഗാനുരാഗിയെ ദൈവത്തിന്റെ മക്കൾ എന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. വധശിക്ഷ ഒഴിവാക്കണമെന്നായിരുന്നു മാർപ്പാപ്പയുടെ ഒരു നിലപാട്. കടുത്ത ഫുട്ബോൾ ആരാധകനായി വളർന്ന ജോർജ് മാരിയോ ഏതൊരു അർജന്റീനക്കാരനെയും ബ്യൂണസ് ഐറിസിലെ സാൻ ഫ്രാൻസിസ്കോ ക്ലബിന്റെ അംഗത്വവും സ്വന്തമാക്കിയിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ ക്ലബിൽ ബൗൺസറായി ജോലി. ഡിപ്ലോമ നേടിയ ശേഷം ലബോറട്ടറി ടെക്നീഷ്യനായി. യുവാവായ ബർഗോളിയോ
അക്കാലത്തെ അർജന്റീനയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ഏറെ സ്വാധീനം ചെലുത്തി. സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾക്ക് കാരണമായ പെറോണിസത്തിലും ആകൃഷ്ടനായിരുന്നു. 21-ാം വയസ്സിൽ ബ്യൂണസ് ഐറിസിലെ വില്ല ഡവോട്ടോയിൽ സെമിനാരി പഠനത്തിന് ചേർന്നെങ്കിലും 33-ാം വയസ്സിൽ 1969 വൈദിക പട്ടം സ്വീകരിച്ചത്. 1969 ഡിസംബർ 13 വൈദികനായി. 1973 മുതൽ 1979 അർജന്റീനിയൻ സഭയുടെ പ്രൊവിൻഷ്യൽ ആയി. 1980 താൻ പഠിച്ച സാൻ മിഗ്വിൽ സെമിനാരിയുടെ റെക്ടർ പദവി സ്വീകരിച്ചു. 2005 അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായും ഒന്നിലധികം തവണ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് ആയിരിക്കെ ഔദ്യോഗിക വസതിയിൽ താമസിക്കാതെ ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ ജീവിച്ചും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചും ലളിതമായ ജീവിതമായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോ സ്വീകരിച്ചത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാലം ചെയ്തതിന് പിന്നാലെ ബെനഡിക്ട് 16 മാർപ്പാപ്പയോടൊപ്പം പരമോന്നത പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. കൂടാതെ സാമൂഹികവും രാഷ്ട്രീയപരവുമായ പരിഷ്കാരങ്ങൾക്ക് കാരണമായ പെറോണിസത്തെയും ആകൃഷ്ടനായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ പുരോഗതിയായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോയുടെ സ്വപ്നം.